ഹലോ, നമ്മുടെ ദേവൂസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുൽപ്പള്ളിയുള്ള സീതാദേവി ക്ഷേത്രത്തിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് അവിടുത്തെ ഉത്സവം. ഇത് വലിയ ഉത്സവത്തിൻ്റെ അന്ന് 4-ാം തീയതി പോയിട്ടുള്ള ഞാനും ദേവൂട്ടിയും ചേട്ടായിയും എല്ലാവരും പോയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ നമ്മുടെ. ഇതിപ്പോൾ അന്നദാനം കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവിടെയുള്ള ഒരു ഷോപ്പിലേക്ക് കയറിയതാണ്. ദേവൂട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പാവക്കുട്ടികളെയൊക്കെ കാണാൻ. എത്രത്തോളം നല്ലതാണ് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല, പക്ഷെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി. കിടക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ഇട്ടേക്കുമല്ലേ. അപ്പം ഉത്സവപ്പറമ്പിൽ സ്ഥിരം കാഴ്ചകളാണ്. 20 രൂപ 30 രൂപ അങ്ങനെയുള്ള വിലയ്ക്കൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദേവൂട്ടി പച്ച കുത്തിയത് കാണിക്കുന്നതാണ് കേട്ടോ. അതെത്ര ദിവസം നിൽക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പച്ച കുത്തിയിട്ടുണ്ട് അവൾ. പച്ച കുത്തിയത് കുറേ ദിവസത്തേക്ക് നിൽക്കുന്ന രീതിയിലുള്ള പച്ച കുത്തലല്ല കേട്ടോ, അല്ലാതെ തന്നെ ചെറിയ രീതിയിൽ. അപ്പം അവൾ പറയണത് കൈ കഴുകൂല എന്നൊക്കെ പറഞ്ഞതാണിത്. ഒരുപാട് തുണിയായിട്ടും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ കുറഞ്ഞ വിലകളേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വിലയൊന്നുമില്ല, കുഞ്ഞ് വിലകൾ എന്ന് വെച്ചാൽ 10 രൂപ 20 രൂപ 30 രൂപ ആ ലെവലിലാണ് കേട്ടോ എല്ലാത്തിൻ്റെയും വില. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കൃഷ്ണൻ്റെ ഒരു കീ ചെയിനാണ്. ഞാൻ എപ്പോൾ പോയാലും മേടിക്കുന്ന ഒരു കാര്യം അതാണ് കേട്ടോ, കീ ചെയിൻ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്ക് വേണ്ടതും വലിയവർക്ക് വേണ്ടതും എല്ലാ സാധനങ്ങളും നല്ല അടിപൊളി സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും മേടിച്ചു പോകും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞി ചെണ്ട കണ്ട് നല്ല ഭംഗിയുണ്ട്. അന്നേരം ആളിങ്ങനെ കൊട്ടി കാണിച്ചു തരികയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുകയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആളൊന്ന് എനിക്ക് കൊട്ടി കാണിച്ചു തന്നു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയൊരു കാര്യം, എല്ലാ മനുഷ്യരും അതിൽ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ 2 അമ്മമാരിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്തിനാണെന്നൊന്നും നമുക്കറിയത്തില്ല, പക്ഷേ ആ അമ്മ ഇരുന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കേട്ടോ. അപ്പോൾ ആ തൊട്ടടുത്തുള്ള ആളിങ്ങനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്, എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ. പിന്നെ അതുപോലെ അന്ന് രാത്രി ആണ് നമുക്ക് വലിയ താലം എന്ന് പറയുന്നത്. വലിയ താലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അമ്പലങ്ങളിൽ നിന്ന് ഒരമ്പലത്തിലേക്ക്, ജഡേറ്റകാവ് എന്ന് പറഞ്ഞ അമ്പലത്തിലേക്ക് താലങ്ങളെല്ലാം വരും. എല്ലാ അമ്പലത്തിൽ നിന്നും ആ താലങ്ങൾ വരും. ആ വന്നു കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ ക്ഷേത്രമായ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിലേക്ക് ഒന്നിച്ച് ഒരു താലമായിട്ട് അത് മാറും. പല സ്ഥലത്തെ താലങ്ങൾ ഒറ്റ താലമായിട്ട് മാറും. അതാണ് കേട്ടോ. ഇത് രാമക്ഷേത്രത്തിൻ്റെ ആണ് കാണിക്കുന്നത്, ശ്രീരാമക്ഷേത്രത്തിൻ്റെ കാണിക്കുന്നുണ്ട്. എല്ലാവരും ഓരോരോ ടാബ്ലോകൾ ഉണ്ടാവും കേട്ടോ ഓരോ താലത്തിൻ്റെ ഉള്ളിൽ കൂടി. അതുപോലെ തന്നെ ഒരു ആന ഉണ്ടായിരുന്നു. നമുക്ക് ശരിക്കും നമ്മുടെ അമ്പലത്തിലെ ആന എന്ന് പറയുന്നത് ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞൊരു ആനയായിരുന്നു കേട്ടോ. ആ ആന ചത്തുപോയി. അത് ഉണ്ടായിരുന്നപ്പോൾ നല്ല ഇതായിരുന്നു. എപ്പോഴും ടൗണിൽ കൂടിയൊക്കെ അതിനെ കാണാമായിരുന്നു. ആർക്കും ഒരു പേടിയില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, പ്രതിമ ഉണ്ടാക്കി നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, തിടമ്പേറ്റിയ ആനേനെയും കൊണ്ട് താഴെ വേറൊരു അമ്പലത്തിലേക്ക് പോകുന്നതാണത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരാണ്. ഇതാണ് ഒന്നിച്ചുള്ള താലമരവ്. ഇത് കാണാനാണ് കേട്ടോ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഈ ഒരു താലം കാണാനായിട്ടാണ്. മണിക്കൂറുകളോളം ഉണ്ടാവും ഈ ഒരു താലം. കാരണം ആ ഒരു അമ്പലത്തിൽ നിന്ന് 10 മണി 10:15 ആകുമ്പോൾ ഇറങ്ങിയാൽ 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് താലം ചൊരിയാൻ തുടങ്ങുന്നത് തന്നെ. താലം അവിടെ ചൊരിയുമ്പോഴും ചിലപ്പം അപ്പുറത്തെ അമ്പലത്തിൽ തീർന്നിട്ടുണ്ടാവില്ല. അതുപോലെ താലം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ അന്നദാനം, ഉച്ചക്കത്തെ അന്നദാനം അന്നത്തെ ദിവസം എല്ലാ ദിവസവും ആ അമ്പലത്തിൽ ഈ ഉത്സവം തുടങ്ങിയാൽ എല്ലാ ദിവസവും അമ്പലത്തിൽ അന്നദാനമുണ്ട്. അന്നത്തെ ദിവസം 4-ാം തീയതിയിലെ ദിവസത്തെ അന്നദാനം വളരെ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ. അപ്പോൾ ഓരോ സ്ഥലത്തുനിന്നും പല സ്ഥലങ്ങളിലും ആൾക്കാർ വന്നിട്ട് അതുപോലത്തെ ജനമായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ ഞങ്ങൾ ചേട്ടായിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് അമ്മയും പെങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു താലം കാണാനായിട്ട്. പക്ഷെ നമ്മളവിടെ ഒരു തിരക്കിൻ്റെ ഇടയിൽ പെട്ടതുകൊണ്ട് അമ്മയ്ക്ക് നടക്കാനൊന്നും വയ്യാതെ അമ്മ തിരിച്ചു പോകേണ്ടി വന്നു കേട്ടോ. പിന്നെ ഞാനും ചേട്ടായും മക്കളും മാത്രമായി. അപ്പോൾ അവർ പെങ്ങളും നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു, അത്രയ്ക്ക് ജനമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ താലമൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ ചുറ്റിയിട്ടൊക്കെയാണ് കേട്ടോ അന്നത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു താലം കാണാനായിട്ട് തന്നെ ഏതൊക്കെയോ നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഇതുപോലത്തെ അടിപൊളി
രാമനും സീതയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ടാബ്ലോകളും ഇതുപോലത്തെ കുമ്പോടങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. നല്ലൊരു ഭംഗി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാ അമ്മമാരും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് എല്ലാ പെൺകുട്ടികളും ധാവണിയൊക്കെ ഉടുത്ത് നല്ല ഭംഗിയാണ് കേട്ടോ. മുല്ലപ്പൂവൊക്കെ ചൂടി ആ താലമൊക്കെ എടുത്ത് പോകുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, ഒരു ഐശ്വര്യമാണ് എല്ലാത്തിനും. അപ്പോൾ ഇതുപോലത്തെ ടാബ്ലോകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമുക്കും. വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ ഷോപ്പിൻ്റെ പൊക്കത്തൊക്കെ ആയിരിക്കും കയറി നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് മാത്രം ഞാൻ താഴെ നിന്നതാണ് കേട്ടോ. അപ്പം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് വീഡിയോസ് കിട്ടിയെന്ന് തന്നെ പറയാം. ഒരു എന്താ പറയുക, ശരിക്കും അങ്ങോട്ട് വലിയ തിരക്കിൻ്റെ ഇതുള്ളതുകൊണ്ട് നമുക്ക് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ പുൽപ്പള്ളിയിലെ തൊട്ട് ഉള്ള എല്ലാ ജനങ്ങളും നോക്കി നിൽക്കുന്ന ഒരു ഉത്സവം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ പുൽപ്പള്ളി അമ്പലത്തിലെ ഉത്സവമാണ് നോക്കി നിൽക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഈ പെൺകുട്ടികളുടെ ഡാൻസ് അടിപൊളിയായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. താലത്തിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് കുഞ്ഞി പെൺകുട്ടികൾ നല്ല അടിപൊളിയായിട്ട് കൈകൊട്ടിക്കളികളും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കുള്ള ആനയല്ല, കണ്ടിട്ട് തന്നെ നമുക്ക് ശരിക്കുള്ള ആനയാണെന്ന് തോന്നൂലേ, അത് ശരിക്കുള്ള ആനയല്ല കേട്ടോ. പക്ഷേ നമ്മുടെ ശങ്കരൻകുട്ടീൻ്റെ അതേപോലത്തെ പ്രതിമേനെ ഉണ്ടാക്കി വെച്ചൊരു ടാബ്ലോയാണത്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ടാബ്ലോകളും അതുപോലെ തന്നെ എന്താ പറയുക ലൈറ്റിൻ്റെ പരിപാടികളും ഈ താലത്തിൻ്റെ ഇടയിൽ കൂടി ആകുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ വയനാട്ടിൽ പുൽപ്പള്ളിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഇത് നമ്മുടെ മഹർഷി മുനിപ്പാറ കാര്യങ്ങളൊക്കെയുള്ള നാടാണ് കേട്ടോ നമ്മുടെ പുൽപ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ മഹർഷി മുനീൻ്റെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ഉള്ള ഒരു ടാബ്ലോ ആയിരുന്നു അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കുന്നത് ഈ ഒരു ഉത്സവമാണ്. ഈ ഒരു ഉത്സവത്തിന് ജാതിയില്ല, മതമില്ല, ഒരു കാര്യങ്ങളുമില്ലാതെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നതാണ് നമ്മുടെ പുൽപ്പള്ളിക്കാരന് കേട്ടോ ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത്. അത് ഇന്നവർ വന്നു അങ്ങനെയൊന്നുമില്ല. അന്നദാനത്തിന് എല്ലാവരും വരും, എല്ലാവരും അന്നദാനം കഴിക്കും. അതുപോലെ തന്നെ ഈ ഒരു വൈകുന്നേരം ഉച്ചയ്ക്ക് അന്നദാനവും കഴിച്ച് വൈകിട്ടത്തെ പരിപാടിയും കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ പലരും വീടുകളിലേക്ക് പോകുന്നുണ്ടാവുക. ഇത് എല്ലാം രാമായണമായിട്ടും മഹാഭാരതമൊക്കെ ആയിട്ട് എല്ലാം സംബന്ധിച്ചുള്ള ടാബ്ലോകളായിരിക്കും ഇതിലുണ്ടാവുന്നത്. അതിനൊപ്പം തന്നെ ആൾക്കാരും ഉണ്ടാവും കേട്ടോ, എല്ലാം ചെയ്ത് കൊടുക്കാൻ എല്ലാം ആൾക്കാരുണ്ടാവും കേട്ടോ. ഇതുപോലത്തെ ഈ ഒരു ടാബ്ലോയൊക്കെ കണ്ടോ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവരങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് അത് കുറേയൊക്കെ കമ്പ്യൂട്ടർ വെർഷനായിട്ടുള്ള ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് സ്വയമേവ ഇങ്ങനെ താഴ്ന്നു പോകുന്നു. അതൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഈ പെൺകുട്ടികൾ തന്നെ ഡാൻസ്, അതും ഒരു എന്താ പറയുക, അവരൊരു മടുപ്പില്ലാതെ തന്നെ അവർ ഒരു അത്രയും മണിക്കൂറുകളോളം ചില അമ്പലങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഈ ചേട്ടായിൻ്റെയൊക്കെ വീടെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ പെരിക്കല്ലൂർ ഭാഗത്തിൽ നിന്ന് അന്ന് വന്നത് 4 മണി കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് താലം പോരുന്നത്. 10 കിലോമീറ്ററോളം ഉണ്ട്. ആ 10 കിലോമീറ്ററും ഈ താലമെടുത്ത് ഇവിടെ വന്ന് രാത്രി 12 മണിയാവും താലം ചൊരിയാൻ. അത്രയും നേരവും നമ്മൾ ഈ താലവും പിടിച്ച് ഒരു വിഷമങ്ങളും തോന്നാറില്ല, ഒരു സങ്കടങ്ങളും തോന്നാറില്ല. നമ്മൾ സാധാരണ ഒരു ദിവസമാണെങ്കിൽ നമ്മൾ 1/2 കിലോമീറ്റർ പോലും നടക്കാത്ത നമ്മൾ ശരിക്കും 10 കിലോമീറ്ററോളമൊക്കെ 10 കിലോമീറ്ററേക്കാട്ട് കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത്രയും ദൂരത്തുനിന്നും ഒരു മടുപ്പും ഇല്ലാതെയാണ് കേട്ടോ ഈ അമ്പലങ്ങളിലേക്ക് ഇതുപോലെ താലം ഏന്തിയിട്ട് എല്ലാവരും വരിക. അത്രയ്ക്ക് നമ്മൾ എന്താ പറയുക നോക്കിയിരിക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ സീതാദേവി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മൾ ആ ഒരു സമയത്ത് അവിടെ എന്തായാലും എല്ലാവരും ഉണ്ടാവും കേട്ടോ. നമ്മുടെ ബന്ധുക്കാരെയും പിന്നെ കൂട്ടുകാരെയും ഒക്കെ കാണാൻ പറ്റുന്നത് ഈ ഒരു ഉത്സവത്തിനൊക്കെ കൂടിയാണ് കേട്ടോ. അന്നേരം നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാം കേട്ടോ.
അപ്പോൾ എല്ലായിടവും കണ്ടു. എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും ഉത്സവം കൂടി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.